LDF സിറ്റിംഗ് വാർഡായ തുർക്കിയിൽ നിന്നും ജനവിധി തേടുകയാണ് CPI നേതാവായ അനീഷ കെ. എന്താണ് ഇത്തവണ തുർക്കി വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും തുർക്കി വാർഡിൽ ഇപ്പം നമ്മൾ എല്ലാ വീടുകളിലും ഒരു പ്രാവശ്യം കയറി ഇറങ്ങി, രണ്ടാമത്തേതിൽ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ പിന്തുണ കണ്ടിട്ട് നമുക്ക് നല്ല ബോധ്യമുണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന്. നമ്മുടെ ഇപ്പം പ്രസിഡന്റ് കൗൺസിലറായ അംസക്കയുടെ വർക്കിൽ എല്ലാവരും ഹാപ്പിയാണ്. ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ട്, അത് നമുക്ക് നികത്താൻ പറ്റുന്നു. എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന റിയാസ്ക ആണെങ്കിലും അംസക്ക ആണെങ്കിലും പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുർക്കിയും പിന്നെ എരിഞ്ഞിവയൽ, വികാസ് നഗർ അവിടേക്കുള്ള ജനങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമെന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നും പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ജയിച്ചു വന്നാൽ ഈ വാർഡിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും? ഞാൻ പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് എന്നതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വാർഡിലെ താമസക്കാരിയാണ്. അപ്പം ഇവിടെയുള്ള സ്ത്രീകളുടെ, പ്രധാനമായിട്ടും പുരുഷന്മാരുടെക്കാളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പിന്നെ മെയിനായിട്ട് നമ്മൾ വാർഡിലുള്ള റോഡുകൾ, ഇപ്പം എനിക്ക് ഇന്നും നമ്മൾ വോട്ട് പിടിച്ചു പോയ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് വേസ്റ്റ് മാനേജ്മെന്റ്, റോഡ്, അതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം ആ നിലയിൽ നിന്നും തുടങ്ങിയിട്ട് എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഇതിന് സഹായകരമാവുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. പിന്നെ എല്ലാ കുടുംബങ്ങളുടെയും നമ്മൾ ഈ എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എരിഞ്ഞിവയലിലെ, അവരിവിടെ ഒരു 19 വർഷമായിട്ടുള്ള താമസക്കാരാണ്. അപ്പോൾ എല്ലാ കുടുംബങ്ങളായിട്ട് നമ്മളൊരു ബന്ധമുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ഇപ്പോൾ മെയിൻ കാര്യങ്ങൾ അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് തുർക്കിയിൽ ഒരു അംഗനവാടി ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ്, അവർ ഇപ്പോൾ കുറേ വീടുകളിൽ നിന്നും എനിക്ക് കിട്ടിയ പരാതി അതാണ്. അപ്പോൾ അതിലേക്ക് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എൻ്റെ പ്രൊഫഷനും കൂടി ഇതിലേക്ക് ഉപയോഗിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിലവിലെ കൗൺസിലറായ C. ഹംസ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ 5 വർഷമായി നിങ്ങൾക്ക് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 5 വർഷത്തിൽ ഞാൻ മത്സരിച്ച് ജയിച്ച എൻ്റെ വാർഡാണ്. ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഈ 25-ാം വാർഡ് എന്ന് പറഞ്ഞത്. ഈ 25-ാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമുക്ക് പല കാര്യങ്ങളും ഞാൻ വാർഡിൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്താ പ്രതിപക്ഷ ഈ കസേരയിലാണ് നമ്മൾ ഇരുന്നിരുന്നത്. എന്തായാലും കഴിഞ്ഞതിൽ നമ്മളൊരു 25 ലക്ഷം റുപ്യ നമ്മൾ MP ഫണ്ട് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മളെ വട്ടക്കാരി വയൽ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ മഴവെള്ള പ്രദേശത്ത് ഏറ്റവും വെള്ളം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതാണ് വട്ടക്കാരി വയൽ. അവിടെ നമ്മളൊരു കലുങ്ക് കൊണ്ടുവന്ന് റോഡ് ഹൈറ്റ് കൂട്ടി അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതേമാതിരി പല റോഡുകളും നമ്മളെ തുർക്കി തന്നെ പല റോഡുകളും ഒരു 75 ലക്ഷത്തോളം റുപ്യ മുനിസിപ്പൽ ഫണ്ടിൽ നിന്ന് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ തുർക്കിയിലുള്ള ഒരു 3-4 റോഡുകളാണ് ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ. ആ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട്, ടെൻഡർ ആയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി കോൺട്രാക്ടർമാരായ ഒരു KC അസറഫ് എന്ന് പറഞ്ഞതും ഭരതൻ എന്ന് പറഞ്ഞ ആളും വർക്കി എന്ന് പറഞ്ഞ ആൾക്കാരുമാണ് ഈ വർക്ക് എടുത്തിരിക്കുന്നത്. ഇലക്ഷൻ്റെ സംബന്ധമായിട്ടുള്ള ഒരു നീക്കുവെക്കലാണ് ഇപ്പോൾ ഇതാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ വർക്കുകൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും. അതിനും നമ്മൾ നിലവിൽ വർക്ക് ഇപ്പം ഈ മുതിർന്ന ഒരു നേതാവിനായിട്ടാണ് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരം നടത്തിയിരുന്നത്. അദ്ദേഹത്തിനെ തോൽപ്പിച്ചതിനെ കൊണ്ട് അതിൻ്റെ ഒരു കോൺഗ്രസിനോടുള്ളൊരു ചോദിക്കുക കൊണ്ടായിരിക്കാം ഈ വാർഡിനെ ഒരു അടിച്ചമർത്തിയ ഒരു രീതിയിലേക്ക് ആക്കി കൊടുക്കുന്നത്. നിലവിൽ എന്താണെന്ന് വെച്ചാൽ PP അലി എന്ന് പറഞ്ഞ ഒരാളായിട്ടാണ് ഞാൻ മത്സരം വെച്ചത്. INDCൻ്റെ സംസ്ഥാന നേതാവാണ്. അയാളായിട്ടുള്ള മത്സരം ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനോട് ഒരു നല്ലൊരു മത്സരം കാഴ്ചവെച്ചിട്ട് തന്നെ നമുക്ക് അയാളെ ഇതാക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു പ്രയാസത്തിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഈ ഒരു വാർഡിനെ പ്രത്യേകം അവർ അവഗണിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാലും MP ഫണ്ടും മറ്റുള്ള ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വർക്കുകളൊക്കെ ഏകദേശം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഇലക്ഷനിൽ അഡ്വക്കേറ്റ് അനീഷ വക്കീലാണ് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും CPIൻ്റെ പിന്നെ സിറ്റിംഗ് സീറ്റായ അരിവാൾ നെൽക്കരി ചിഹ്നത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് വരെ കയറിയ വീടുകളിലൊക്കെ നമുക്ക് നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയിരുന്നത്. തീർച്ചയായിട്ടും ഇത്ര വിദ്യാഭ്യാസമുള്ള ഈ ഒരു അഡ്വക്കേറ്റ് അനീഷ എന്നവരെ പൂർണ്ണ പിന്തുണയോടെ വിജയിപ്പിക്കുന്നുള്ള ഒരു മുൻധാരണയോടുള്ള ഒരു അടിസ്ഥാനത്തിൽ എല്ലാ ഉറപ്പുകളോടുകൂടിയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അതുമാത്രമല്ല, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി LDF ഭരണത്തിൽ കയറിയിട്ട് എല്ലാ പ്രതീക്ഷകൾക്കും ആസ്ഥാനമാക്കിയിട്ടുള്ള നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നതാണ് എനിക്ക് മുൻ കൗൺസിലർ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. CPI ലോക്കൽ സെക്രട്ടറിയായ റിയാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വ്യക്തിപരമായി പറയുകയാണെങ്കിൽ CPIയുടെ ലോക്കൽ സെക്രട്ടറി എന്ന നിലക്ക്
കൽപ്പറ്റയിൽ തുർക്കിയിൽ ഈ 5 വർഷക്കാലം അംസ വികസനം കൊണ്ടുവന്നില്ല എന്നുള്ള പരാതികളാണ് നിരന്തരമായി നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ നാട്ടുകാർ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്ലഡിൽ നിന്നും MP ആയാലും നമ്മളെ മന്ത്രി കെ രാജനായാലും തന്ന സഹായങ്ങൾ നാട്ടുകാർ മൊത്തം വിസ്മരിച്ചിട്ടാണ് ഇവിടുത്തെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി വിടുന്നത്. കാരണം 10-60 കുടുംബങ്ങൾ താമസിക്കുന്ന നമ്മളെ വട്ടക്കാരി വയൽ പ്രദേശം വെള്ളം കെട്ടുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അതിലേക്ക് ഫ്ലഡിൽ നിന്നും 20 ലക്ഷം വെച്ച് അവിടെ വലിയൊരു ഓവുപാലം, പണ്ട് ചെറിയൊരു ഓവുപാലമായിരുന്നു, അത് ചണ്ടികളൊക്കെ വന്ന് അടഞ്ഞ് വെള്ളം പൊങ്ങിയിട്ടായിരുന്നു നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നത്. ഇപ്പോൾ അത് നല്ല രീതിയിൽ വെള്ളം ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തം നല്ല രീതിയിൽ 10-60 കുടുംബങ്ങൾക്ക് അതിൻ്റെ ഭയങ്കര സഹായമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലഡ് ഈ സുനീർ MP-ൻ്റെ ഇത് വെച്ചിട്ട് ഒരു ഫ്ലഡ് ലൈറ്റ് ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്. 6 മാസം മുന്നേ പാസ്സായതാണ്. ഈ പറയുന്ന കുറച്ച് മുന്നേ കൗൺസിലർ പറഞ്ഞ അതേ രീതി തന്നെ പറയാനുള്ളത്. PP ആലി എന്ന മുതിർന്ന നേതാവിനെ തോപ്പിച്ചതിൻ്റെ വൈരാഗ്യമായിട്ട് ഇവിടെ വരുന്ന വികസനങ്ങളൊക്കെ ചെയ്യാണ്ടും നേരം വൈകിട്ടും ഇപ്പോൾ കിടക്കുന്ന ഈ പറയുന്ന 25 ലക്ഷമോളം ഉറുപ്പ്യ ഓൾറെഡി പാസ്സായി കിടക്കുന്ന വർക്ക് പോലും ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. 75 ലക്ഷത്തി ഉറുപ്പ്യൻ്റെ വർക്ക് ഇവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട്. റോഡായാലും ഫുട്പാത്ത് ആയാലും ഡ്രെയിനേജ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു 69 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അംസൻ്റെ ഈ ഭരണകാലങ്ങളിൽ. പിന്നെ ഒന്ന് എടുത്ത് പറയാനുള്ളത് 10-80ഓളം സാധാരണക്കാർക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കാനുള്ള ഈ കൗൺസിലർക്ക് ഒരു വാർഡിലും തീരാത്ത രീതിയിലുള്ള, ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് പെൻഷൻ എന്ന രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. 67 ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഘടകമായി കാണണം. പിന്നെ പൊതുവായി പറയാനുള്ള 3 സീറ്റിലാണ് CPI ഇവിടെ മത്സരിക്കുന്നത്. 4ാമത്തെ സീറ്റ് പൊതു സ്വതന്ത്രം എന്ന നിലക്കുമാണ് മത്സരിക്കുന്നത്, LDF പൊതു സ്വതന്ത്രം. അതിൽ 3 സീറ്റും ഞങ്ങൾ ലീഗിനായിട്ടാണ് മുട്ടുന്നത്. അതിലിപ്പം എടുത്തു പറയത്തക്ക ഒരു പക്കാ പോലെ ഒരു സീറ്റ് എന്ന് പറയുന്ന എമലി മാത്രമാണ് അവർ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഇവിടെ തുർക്കിയിലായാലും കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല എന്നൊരു ചോദ്യം കിടക്കുന്നുണ്ട്. അതേപോലെ കൂടുതലായി അവരുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റായ നവാസ് മത്സരിക്കുന്നത് സ്വതന്ത്ര ചിഹ്നത്തിലാണ്. അപ്പം കോണി ചിഹ്നത്തിന് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാണ്ടാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു ഇല്ല എന്നുള്ള നിലയിൽ, പ്രാധാന്യമില്ല എന്നവർക്ക് പൊതു ചിഹ്നം നോക്കി മത്സരിക്കുന്നത്. പിന്നെ പൊതുവായിട്ട് പറയാനുള്ളത്, ഇപ്പം നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയത്തക്ക ഒരു വർക്ക് നടന്നത് 50 ലക്ഷം റുപ്യൻ്റെ ഒരു മൂത്രപ്പുര അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അതിലെ പോകുമ്പം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ സ്മെല്ലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ 20 ലക്ഷം ഉറുപ്പ്യൊക്കെ ഒരു വീട് നമ്മൾ ഇവിടത്തോൽക്ക് ഉണ്ടാക്കുന്നത്, ചൂരൽമല മുത്തുമല ദുരന്തമുണ്ടായാൽക്കുന്നത്, ആ വീട് അത്രയും നല്ല കണ്ടീഷനിൽ ഉണ്ടാക്കുന്നത് 50 ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ട് ഒരു മൂത്രപ്പുര ഉണ്ടാക്കിയത് നമുക്ക് അത് പരിശോധിച്ചാൽ അറിയാം അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ പൊതുജനങ്ങൾക്കായിട്ട് ഇപ്പം പറയത്തക്ക ഒരു കാര്യം വരുന്നത് വെച്ചാൽ നമ്മളെ ഈ പറയുന്ന പുത്തുമല പ്രദേശത്ത് 10 ഏക്കർ സ്ഥലം ഹോസ്പിറ്റലിന് വേണ്ടി, പൊതു ഹോസ്പിറ്റൽ, അതായത് നമ്മളെ കൈനാട്ടി ഹോസ്പിറ്റലിന് സ്ഥലം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പുൽപ്പാറയിൽ 10 ഏക്കർ സ്ഥലം, അതിലേക്ക് ജനറൽ ഹോസ്പിറ്റൽ ഇങ്ങോട്ട് മാറുന്നതായിരിക്കും. അതോടുകൂടി ഇവിടെ നമ്മളെ കൈനാട്ടി ഹോസ്പിറ്റൽ അമ്മയും കുഞ്ഞും എന്ന ഹോസ്പിറ്റലായി മാറാനുള്ള സാഹചര്യമാണ്. ഇനി അടുത്ത ഈ LDF ഭരണം വന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ UDFൻ്റെ ഭരണകാലത്ത് ഇപ്പോൾ 6 മാസം കൊണ്ട് ഈ ഫണ്ട് വഹിച്ചിട്ട് ആ സ്ഥലം അക്വയർ ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് എടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ പോലും ശ്രദ്ധയിരിക്കുന്നില്ല. പിന്നെ അവിടെ നടക്കുന്ന വർക്കുകൾക്കാണെങ്കിലും എല്ലാ സമയത്തും അവിടുത്തെ കോൺഗ്രസ്സുകാരെ വെച്ചിട്ട് വർക്ക് മുടക്കുന്ന രീതിയിലേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത്രയും നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് കൽപ്പറ്റ ഭരണസമിതി LDF വന്നാൽ ഈ പറയുന്ന ബോർഡ് സ്കൂൾ GLP സ്കൂൾ അങ്ങോട്ട് മാറാനുള്ള പദ്ധതിയും സർക്കാരിൻ്റെ ഇതിലുണ്ട്. എല്ലാം കൂടിയായിട്ട് ഭരണം LDFന് ഉറച്ച ഇതിലാണ്. പിന്നെ അനീഷിനെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണ്, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 60 സ്ഥാനാർത്ഥിമാർ മത്സരിക്കുന്നതിൽ ഒരു അഡ്വക്കേറ്റ് എന്നൊരു നാമനിർദ്ദേശം വെക്കാൻ പറ്റുന്ന ഒരു അനീഷ നമ്മളെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. എന്തായാലും മുനിസിപ്പാലിറ്റിയിൽ അനീഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ വലുതായിരിക്കും. എന്തായാലും നാട്ടുകാരെ ഇതിൽ നിന്നായാലും വോട്ടർമാരിൽ നിന്നായാലും എല്ലാം കണ്ടറിഞ്ഞ് വോട്ടർമാർ നല്ല രീതിയിൽ അനീഷയ്ക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ഈ 2 റൗണ്ടിലും അനീഷിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന ഒരു ലോക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ജനങ്ങളിലെ വിശ്വാസമാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം LDF ഭരണത്തിൽ വന്ന് അനീഷ
ഭൂരിപക്ഷത്തോടുകൂടി ഒരു പ്രധാന സ്ഥാനത്ത് അനീഷ അവിടെ ഉണ്ടാവും എന്നുള്ളത് ഈ തുർക്കിയിലെ വോട്ടർമാർക്ക് ഉറപ്പ് തരികയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫണ്ടുകളെല്ലാം അംസക്കും എനിക്കും ഇവിടെ 30 ലക്ഷത്തോളം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും വെച്ച ഫണ്ടുകളുണ്ട്. പിന്നെ നമ്മളെ തുർക്കി എരിഞ്ഞുവേൽ റോഡിന്റെ ഫണ്ട് വെച്ചിട്ടുണ്ട്, ഒരു 10 ലക്ഷം നമ്മൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതടക്കം അനീഷ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ അനീഷക്ക് ഈ പറയുന്ന വട്ടക്കാരി വയൽ റോഡായാലും തുർക്കി ജാംജൂം റോഡായാലും KSEB റോഡായാലും തുർക്കി പള്ളി റോഡായാലും ഈ 4 റോഡും ടെൻഡറിൽ വെച്ചിട്ടുണ്ട്. ആർക്ക് പോയാലും മുനിസിപ്പാലിറ്റി പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന്റെ രേഖ കിട്ടുന്നതാണ്. ആ രേഖ വെച്ചിട്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും സംസാരിക്കാനുള്ളതുണ്ട്. വെറുതെ മീഡിയന്റെ മുന്നിലും അവിടെ വിളിച്ചിട്ട് ഒന്നും ചെയ്തില്ല എന്നല്ല. ചെയ്യാത്തതിന്റെ കാരണം ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തിപരമായിട്ട് ഒരു അംസ എന്ന കൗൺസിലർ ആലിനെ തോപ്പിച്ച ഭാഗമായിട്ട് ഇവിടത്തെ വികസനങ്ങൾ മുരടിപ്പിക്കുന്ന രീതിയിലേക്കാണ് മുൻ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 3 തവണ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായ ടി മണി നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് താങ്കൾക്ക് ഈ ഒരു വാർഡിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളത്, കൽപ്പറ്റ നഗരസഭ 12 വർഷക്കാലമായിട്ട് UDF ഭരിക്കുകയായിരുന്നു. ഈ ഭരണകാലത്തൊക്കെ യഥാർത്ഥത്തിൽ കൽപ്പറ്റ നഗരസഭയുടെ വികസനങ്ങൾ മുരടിക്കുക അല്ലാതെ ഒരു വികസനം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, കൽപ്പറ്റയിലെ നഗരസഭയുടെ വികസനങ്ങളെക്കുറിച്ച് ഒരു പുതിയ സംവിധാനം അല്ലെങ്കിൽ പുതിയ ഫണ്ടുകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് പദ്ധതിയിൽ വെച്ച് കൃത്യമായി ഓരോ വർഷം നടക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുവാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കൽപ്പറ്റ നഗരസഭയുടെ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF ചെയ്തു വെച്ചതിൻ്റെ ഒരു തുടർ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്ത് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു വഴി നടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ പോലും UDFന് കഴിഞ്ഞിട്ടില്ല. ആ വികാരം വോട്ടർമാരുടെ ഇടയിൽ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു വിഷയം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയമെടുക്കാതെ അത് പരിഹരിക്കാതെ UDFന് പറ്റാവുന്ന എന്താണോ അത് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഈ 12 വർഷക്കാലം ഭരണം കൊണ്ടുപോയിട്ടുള്ളത്. 600-700 പേരോളമുള്ള ഭൂരഹിതരായിട്ടുള്ള വീടും സ്ഥലമില്ലാത്ത കുടുംബങ്ങളുടെ ലിസ്റ്റ് കൽപ്പറ്റ നഗരസഭയിൽ കിടക്കുകയാണ്. ഒരു സ്ഥലം പിടിക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് കൊണ്ടുവരാനുള്ള സംവിധാനം നഗരസഭ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ അതോടൊപ്പം കൂടലായിക്കുന്ന് പ്രദേശത്ത് ഒരു ST ഹോസ്റ്റൽ സംവിധാനം, SC ഹോസ്റ്റൽ സംവിധാനമുണ്ട്. ആ ഹോസ്റ്റൽ നിർമ്മാണം ചെയ്ത് വെച്ചതല്ലാണ്ടിട്ട് അത് പൂർത്തീകരിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് സെൻ്ററോ അല്ലെങ്കിൽ ഒരു പരിശീലന കേന്ദ്രമോ ആക്കി മാറ്റാൻ ഇതുവരെ കഴിഞ്ഞില്ല. കോടികളാണ് ചിലവാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൽപ്പറ്റ നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളിലും വികസനം നല്ല രീതിയിൽ ചെയ്യാമായിരുന്ന UDF ഭരണസമിതിക്ക് അത് ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശത്തെ ഒരു ദുരന്തമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു കൽപ്പറ്റയിലെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഭംഗിയായി ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ, ആഗ്രഹമുള്ള രീതിയിൽ ആ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിന് കേരള ഗവൺമെൻറ് നല്ല ഇടപെടലുകൾ നടത്തുകയും അത് പുരോഗമിക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നല്ല വീതിയുള്ള റോഡുകൾ, നല്ല സൗകര്യമുള്ള വീടുകൾ, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അതോടൊപ്പം എല്ലാ മേഖല സംവിധാനങ്ങളും അത് നടത്തി വരുന്നതാണ് കേരള ഗവൺമെൻറ്. അതിനോടൊപ്പം ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത്, ജനങ്ങളുടെ ഇടയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ പോയപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ 5 വർഷക്കാലം ഭരിച്ചിട്ടുള്ള UDFന്റെ ഭരണ വികാരത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്തൊക്കെ വിജയിക്കാനുള്ള ഒരു അനുഭവമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ തവണ LDF വിജയിച്ച തുർക്കി വാർഡ് ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും തുർക്കിയിലെ LDF പ്രവർത്തകരും. ദേവനന്ദ, News 1 കൽപ്പറ്റ.